ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന PSC കമ്പ്യൂട്ടർ സയൻസ് എക്സാമിനെ അഭിമുഖീകരിക്കാൻ വേണ്ടി റാൻഡമായി നമ്മൾ കമ്പ്യൂട്ടർ സയൻസിൽ ചില ടോപ്പിക്കുകളാണ് ഇവിടെ എടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ കൂടെ തന്നെ ഇതുവരെ വന്നിട്ടുള്ള കുറെ PSC ക്വസ്റ്റ്യൻസുകൾ, ഗേറ്റ് നെറ്റ് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഡിസ്ക്രിപ്റ്റീവ് ആയോ അല്ലെങ്കിൽ ഒരു തിയറി ബേസ്ഡ് എക്സാമിനോ ഇതൊരു യൂസ്ഫുൾ ആവില്ല. ഇത് കൂടുതലും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിനാണ് ഉപയോഗപ്പെടുന്നത്. അപ്പോൾ അങ്ങനത്തെ എക്സാമിനാണെങ്കിൽ കൂടുതൽ നിങ്ങൾ ടെക്സ്റ്റ് ഒക്കെ റെഫർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾക്കും ഇതിന്റെ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസ്സുകൾ വേണമെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇൻഫിക്സ്, പ്രീഫിക്സ്, പോസ്റ്റ്ഫിക്സ് അതെന്താണെന്ന് വെച്ചാൽ ഒരു എക്സ്പ്രഷൻ റൈറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇക്വലന്റ് ആയ മൂന്ന് മെത്തേഡുകളാണ് ഇത് മൂന്നും. ഇൻഫിക്സ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ആദ്യം നോക്കുക. എക്സ്പ്രഷനിൽ എന്തൊക്കെ ഉണ്ടാവും? ഒരു ഓപ്പറേറ്റർ ഉണ്ടാവും, ഒന്നല്ല ഓപ്പറേറ്റേഴ്സ് ഉണ്ടാവും, ഓപ്പറന്റ് ഉണ്ടാവും. ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പ്ലസ് മൈനസ് ഈ സിമ്പിൾസിനെയൊക്കെയാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓപ്പറന്റ് എന്ന് പറയുമ്പോൾ ABC അങ്ങനെ ഉപയോഗിക്കുന്നതിനെയാണ് ഓപ്പറന്റ് എന്നും പറയുന്നത്. പിന്നെ ഇതിൽ മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് സിമ്പിളുകൾക്ക് ഹയർ പ്രയോറിറ്റിയും പ്ലസ് ആൻഡ് മൈനസിനൊക്കെ ലോവർ പ്രയോറിറ്റിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതുവരെ കുറച്ച് നടന്ന PSC ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഇതിന് കൂടുതലായിട്ട് ബേസിക് അങ്ങനെയൊന്നും വേറെ ഒന്നും നോക്കാനില്ല. ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ലെക്ചറർ ഇൻ കമ്പ്യൂട്ടർ സയൻസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആദ്യം നമ്മൾ അത് ഏത് ഫോർമാറ്റിലാണ് തന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ മൂന്നെണ്ണാണല്ലോ ഉള്ളത്: ഇൻഫിക്സ്, പ്രീഫിക്സ്, പോസ്റ്റ്ഫിക്സ്. ഇൻഫിക്സിലാണെങ്കിൽ ഓപ്പറേറ്റർ മിഡിലായിട്ട് വരും. അതായത് എയും ബിയുടെയും നടുവിലായിട്ടാണ് പ്ലസ് ഓപ്പറേറ്റർ ഏതാന്ന് വെച്ചാൽ വരുന്നത്. ഇതാണ് ഇൻഫിക്സ്. ഇനി പ്രീഫിക്സ് ആണെങ്കിൽ ഓപ്പറേറ്റർ ആദ്യമായിരിക്കും ഉണ്ടാകുക, എന്നിട്ടാണ് ഓപ്പറന്റ്. അതുപോലെ തന്നെ ഇത് പ്രീഫിക്സ്. ഇനി പോസ്റ്റ്ഫിക്സ് ആണെങ്കിൽ ഓപ്പറേറ്റർ എപ്പോഴും ഓപ്പറന്റിന്റെ ശേഷമാണ് ഓപ്പറേറ്റർ വരുന്നത്. ഇതാണ് പോസ്റ്റ്ഫിക്സ്. അപ്പോൾ ഓപ്പറേറ്ററിനെ വെച്ചാണ് ഇത് മൂന്നും ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ ആദ്യം തന്നെ നമ്മൾ അത് ഏത് ഫോർമാറ്റിലാണെന്ന് നോക്കാം. അപ്പോൾ എയുടെയും ബിയുടെയും മിഡിലായിട്ടാണ് പ്ലസ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഇൻഫിക്സ് ആണ്. അപ്പോൾ ഇൻഫിക്സ് നിന്ന് പോസ്റ്റ്ഫിക്സിലേക്കാണ് നമ്മൾ ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഇവിടെ കൺവേർഷൻ ക്വസ്റ്റ്യൻസുകളിലൊക്കെ നമ്മളൊരു സ്റ്റാക്ക് കൺസിഡർ ചെയ്യണം. ആ സ്റ്റാക്കിൽ ഓപ്പറേറ്റർ കാണുമ്പോൾ ഇൻസേർട്ട് പുഷ് ചെയ്യുകയും ഓപ്പറന്റ് കാണുമ്പോൾ നമ്മുടെ എക്സ്പ്രഷന്റെ ഔട്ട്പുട്ടായിട്ട് എഴുതുകയും വേണം. പിന്നെ അതുപോലെ തന്നെ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് ഹയർ പ്രസിഡൻസ് ഉള്ളതാണെങ്കിൽ അതിനെ നമ്മൾ ഒരു എലിമെന്റ് പുതിയതായിട്ട് വരികയാണെങ്കിൽ ഹയർ പ്രസിഡൻസ് ഉള്ളതാണ് ഈ സ്റ്റാക്കിന്റെ ടോപ്പ് എലിമെന്റ് ആയിട്ടുള്ളതെങ്കിൽ അതിനെ ഔട്ട് ചെയ്തിട്ട് ഈ വരുന്ന എലിമെന്റിനെ ഇൻസേർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളൊരു പരാന്തസിസ് ലെഫ്റ്റ് പരാന്തസിസ് ഇൻസേർട്ട് ചെയ്ത് പിന്നെ ഒരു റൈറ്റ് പരാന്തസിസ് കാണുമ്പോൾ അതിന്റെ ഇടയിലുള്ള ഓപ്പറേറ്റർ എല്ലാം നമ്മുടെ റിസൾട്ടിലേക്ക് എഴുതണം. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആദ്യം നമ്മൾ ലെഫ്റ്റ് പരാന്തസിസ് ആണ് കാണുന്നത്, അതിനെ നമ്മൾ സ്റ്റാക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. പിന്നെ വരുന്നതും ലെഫ്റ്റ് പരാന്തസിസ്, അതിനെ ഇൻസേർട്ട് ചെയ്യുക. പിന്നെ ഉള്ളത് ഒരു ഓപ്പറന്റ് ആണ്, അത് നമ്മുടെ ഔട്ട്പുട്ടിലേക്ക് എഴുതുക. ഇനി വരുന്നത് പ്ലസ്, ഇൻസേർട്ട് ചെയ്തു വന്ന ഓപ്പറന്റിനെ ഔട്ട്പുട്ടിലേക്ക് എഴുതി. ഇനി റൈറ്റ് പരാന്തസിസ് വന്നു. റൈറ്റ് പരാന്തസിസ് വരുമ്പോൾ അതിന്റെ ഇടയിലുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? റിസൾട്ടിലേക്ക് എഴുതണം. അതായത് റൈറ്റിന്റെ ലെഫ്റ്റിന്റെ ഇടയിലുള്ളത്, അതായത് പ്ലസ് ആണ് ഇവിടെ ഉള്ളത്, നമ്മൾ പ്ലസ് എഴുതി. അപ്പൊ ഇവിടെ ഇനി എന്തൊക്കെയുള്ളത്? ഒരു ലെഫ്റ്റ് പരാന്തസിസ് ഉണ്ടായിരുന്നു, ഇവിടെ ആദ്യം തന്നെ എഴുതിയ ലെഫ്റ്റ് പരാന്തസിസ് ആണ് ഇത്. ഇനി ഒരു സ്റ്റാർ വന്നു, അത് മൾട്ടിപ്ലിക്കേഷൻ, ഇത് സ്റ്റാക്കിലേക്ക് എഴുതി. പിന്നെ സി വന്നപ്പോൾ നമ്മൾ റിസൾട്ടിലേക്ക് എഴുതി. പിന്നെ മൈനസ് ആണ്. മൈനസ് വരുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ വരുന്ന എലിമെന്റ് അതായത് മുൻപ് ഉള്ളതിനേക്കാൾ ലോവർ പ്രസിഡൻസ് ആണെങ്കിൽ ആദ്യം ഈ സ്റ്റാക്കിലുള്ള ടോപ്പ് എലിമെന്റിനെ പോപ്പ് ചെയ്യണം. എന്താണെന്ന്? സ്റ്റാക്കിലുള്ള ടോപ്പ് എലിമെന്റ് ഹയർ പ്രസിഡൻസ് ഉള്ളതാണെങ്കിൽ
അതായത് വരുന്നതിനേക്കാൾ ഹയർ പ്രസിഡൻസ് ഉള്ളതാണെങ്കിൽ അതിനെ ആദ്യം ഔട്ട്പുട്ടിലേക്ക് എഴുതണം. അപ്പൊ ഇവിടെ സ്റ്റാർ എന്തായാലും മൈനസിനേക്കാൾ ഹയർ പ്രസിഡൻസ് ഉണ്ട്. അപ്പൊ സ്റ്റാർ നമ്മൾ ഔട്ട്പുട്ടിൽ എഴുതി. സ്റ്റാർ അല്ല, അത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഈസി വേക്ക് അത് പറയുന്നതേ ഉള്ളൂ. പിന്നെ ഈ വരുന്ന മൈനസിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്തു. ഇനി എന്താണ്, ഒരു ലെഫ്റ്റ് പാരാന്തസിസ് ഉണ്ട്. പിന്നെ ഡി വന്നു, ഒരു മൈനസ് വന്നു, ഇനി ഇ വന്നു. ഇവിടെ റിസൾട്ടിൽ എഴുതുന്നു. പിന്നെ റൈറ്റ് പാരാന്തസിസ് വന്നു. റൈറ്റ് പാരാന്തസിസ് വരുമ്പോൾ അതിന്റെ ഇടയിലുള്ളത്, റൈറ്റിന്റെ ലെഫ്റ്റിന്റെ ഇടയിലുള്ളത് ഔട്ട്പുട്ടിൽ എഴുതണം. ഇത് മൈനസിൽ ഇവിടെ എഴുതി. ഇനി എന്താണ്, എക്സ്പോണന്റ്. അത് നമ്മൾ നോക്കുക. സ്റ്റാക്കിന്റെ ടോപ്പ് എലിമെന്റ് ഹയർ പ്രസിഡൻസ് ഇല്ല, അതുകൊണ്ട് നമ്മൾ എക്സ്പോണന്റ് എഴുതുന്നതിന് ബുദ്ധിമുട്ടില്ല. എക്സ്പോണന്റ് സ്റ്റാക്കിന്റെ ടോപ്പിലാണല്ലോ വരുന്നത്, എന്നിട്ട് അത് അവിടെ എഴുതും. പിന്നെ ലെഫ്റ്റ് പാരാന്തസിസ് എഴുതി, പിന്നെ എഫ്, പിന്നെ പ്ലസ്, പിന്നെ ജി, പിന്നെ വരുന്ന റൈറ്റ് പാരാന്തസിസ്. റൈറ്റ് പാരാന്തസിസ് വരുമ്പോൾ റൈറ്റ് തൊട്ട് ലെഫ്റ്റ് വരെ ഉള്ളത് ഔട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ ഒരു പ്ലസ് ആണല്ലോ. പിന്നെ എന്താണുള്ളത്, ബാക്കി സ്റ്റാക്കിലുള്ള ടോപ്പ് എലിമെന്റ്സ്. ഇവിടെ ഒരു പാരാന്തസിസും കൂടി ഉണ്ട്, ഇതിവിടെ ക്ലോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ റൈറ്റ് പാരാന്തസിസ് വരുമ്പോൾ അതിന്റെ ഇടയിലുള്ളതെല്ലാം ഔട്ട് ചെയ്യണം. അപ്പം മുകളിലുള്ളത് എക്സ്പോണന്റും പിന്നെ വരുന്നത് ഒരു മൈനസ്. അപ്പൊ ഇതാണ് അതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിന്റെ പോസ്റ്റ് ഫിക്സ് എന്താണ്, എ ബി പ്ലസ് സി സ്റ്റാർ ഡി ഇ മൈനസ് എഫ് ജി പ്ലസ് എക്സ്പോണന്റ് -1. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇത് ആ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് ഒരു എക്സ്പ്രഷൻ തന്നിട്ട് ഇൻ റിവേഴ്സ് പോളിഷ് നൊട്ടേഷനിൽ എഴുതാൻ. റിവേഴ്സ് പോളിഷ് നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ അത് ഒരു പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ ആണ്, അത് തന്നെയും നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മളൊരു സ്റ്റാക്ക് കൺസിഡർ ചെയ്യുന്നു. ആദ്യത്തെ എലിമെന്റ് കണ്ടു, ഓപ്പറന്റ് കണ്ടു, അത് നമ്മുടെ ഔട്ട്പുട്ടിലേക്ക് എഴുതി. പിന്നെ ഓപ്പറേറ്റർ കണ്ടപ്പോൾ സ്റ്റാക്കിലേക്ക് ഇൻസേർട്ട് ചെയ്തു. ഇനി ലെഫ്റ്റ് പാരാന്തസിസ് വന്നു, പിന്നെ ഈ ലെഫ്റ്റ് പാരാന്തസിസ് പിന്നെ എ കാണുമ്പോൾ അതിനെ ഇൻസേർട്ട് ചെയ്യുക, നമ്മുടെ ഔട്ട്പുട്ടിലേക്ക് എഴുതുക. പിന്നെ പ്ലസ് വന്നു, ബി വന്നു, പിന്നെ നമ്മൾ ഔട്ട്പുട്ടിൽ എഴുതി. ഈ റൈറ്റ് പാരാന്തസിസ് വരുമ്പോൾ റൈറ്റിന്റെ ലെഫ്റ്റിന്റെ ഇടയിലുള്ള ഓപ്പറേറ്റർ ഒക്കെ ഔട്ട് ചെയ്യണം. ഇനി നമ്മൾ ഇവിടെയാണ് എത്തിയത്. ഇനി ഒരു മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ആണ് വരുന്നത്, അത് ഇൻസേർട്ട് ചെയ്യണം. പിന്നെ കാണുന്നത് ഡി, ഡിനെ നമ്മൾ ഔട്ട്പുട്ടിൽ എഴുതാം. പിന്നെ റൈറ്റ് പാരാന്തസിസ് വന്നു, റൈറ്റ് പാരാന്തസിസ് വരുമ്പോൾ അതിനിടയിലുള്ളതൊക്കെ ഔട്ട് ചെയ്യണം. ഇനി വരുന്നത് ഒരു മൈനസ് ആണ്. മൈനസ് വരുമ്പോൾ മൈനസും പ്ലസും സെയിം പ്രസിഡൻസ് ആണെങ്കിലും പോസ്റ്റ് എക്സ്പ്രഷനിൽ ആ മുന്നേ നിൽക്കുന്ന പോസ്റ്റായിട്ട് നിൽക്കുന്ന പ്ലസിനെ നമ്മൾ ഔട്ട് ചെയ്യണം. അപ്പൊ ഈ പ്ലസ് പോയിട്ടാണ് ഇപ്പോൾ മൈനസ് വരുന്നത്. പ്ലസിനെ നമ്മൾ റിസൾട്ടിൽ എഴുതുക. എന്നിട്ട് ഈ മൈനസിനെ സ്റ്റാക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. പിന്നെ വരുന്നത് ഒരു സി ആണ്. സി ഔട്ട്പുട്ടിൽ എഴുതി, പിന്നെ സ്റ്റാക്ക് എംപ്റ്റി ചെയ്യാം, മൈനസ്. അപ്പൊ ഇതാണ് അതിന്റെ റിസൾട്ട്, ഇ എ ബി പ്ലസ് ഡി സ്റ്റാർ പ്ലസ് സി മൈനസ്.